പക്ഷെ ഇവിടെയാണെങ്കിൽ 2-3 സംഖ്യകൾ കൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യും. 0.75, 0.36 ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ 2.2, 2.3 ഇങ്ങനെയൊക്കെ ഉള്ള വരും. ഇനി നമുക്ക് പൈയുടെ വാല്യൂവിനെ നമുക്കൊന്ന് പറഞ്ഞുതരാം. പൈയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 3.14 അഥവാ 22/7. അതായത് ഈ 22/7 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 3.14 തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഡിവിഷൻ അറിയാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ ഡിവിഷൻ മാത്രമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്. ഇതൊന്നും ചെയ്യാൻ അറിയാത്ത കുട്ടികൾക്ക് ഓരോരുത്തർക്ക് ഞാൻ പറഞ്ഞുതരാം. LCM, HCF ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാത്ത കുറെ കുട്ടികളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ സിറ്റുവേഷൻസ് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള കുട്ടികളിലേക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കണം. നമുക്ക് എല്ലാവരിലേക്കും നമ്മുടെ വിദ്യാഭ്യാസം എത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് നമുക്ക് ഒന്നിച്ചൊരു കുടുംബമായിട്ട് തന്നെ എന്ത് ചെയ്യാം, ഈ നമ്മളുടെ ഈ ഇനിഷ്യേറ്റീവിനേക്ക് ഒരു തുടക്കം കുറിക്കാം. എല്ലാവർക്കും നമുക്ക് ഒരു മാതൃകയാവാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് റിലേറ്റ് ചെയ്ത നമ്പർ ഡീറ്റെയിൽസുകളാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. അപ്പൊ ഒരുപാട് നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് റിമൈൻഡ് ചെയ്തു തരാം നിങ്ങൾക്ക്. ഏതൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഹോൾ നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു. പ്രൈം നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, പിന്നെ ഇറാഷണൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, റിയൽ നമ്പർ, ഇങ്ങനെ വേണ്ട എല്ലാത്തിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തിരിച്ച് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. അപ്പൊ ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് അതിന് വേണ്ടി ഒരു പ്രത്യേകം ക്ലാസ് തന്നെ, നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ തന്നെ ഞാൻ വെക്കുന്നതായിരിക്കും. ചിലപ്പോൾ അത് ലൈവായിട്ടായിരിക്കും വെക്കുന്നത്. അപ്പൊ എൻ്റെ എല്ലാ കുട്ടികളും അതിനനുസരിച്ച് ഒന്ന് റെഡി ആവുക. ഓക്കെ, എല്ലാവർക്കും മനോഹരമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. ഒരു ഡൗട്ടും ക്ലിയർ ചെയ്യാതെ പോവില്ല. എല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് പോവാം.